കടം വാങ്ങിയ സാധനങ്ങളുടെ പണം തിരികെ ചോദിച്ചതിന് കടയുടമയായ വയോധിക ദമ്പതികളെയും ശാരീരിക വെല്ലുവിളിയുള്ള കുട്ടിയെയും വീട് കയറി മർദ്ദിച്ചതായി പരാതി. പത്തനംതിട്ട അടൂരിലാണ് സംഭവം. ഷറഫുദ്ദീൻ, റസിയ ബീവി എന്നിവരെയാണ് മർദ്ദിച്ചത്. അതിക്രമത്തിൽ പോലീസ് കേസെടുത്തതോടെ പ്രതിയായ കുക്കു എന്ന് വിളിക്കുന്ന സുമേഷ് മുങ്ങി. വിവരങ്ങളുമായി പ്രസാദ് എം ചേരുന്നുണ്ട്. പ്രസാദ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? നിലവിൽ ഒളിവിലായ സുമേഷിനെ കണ്ടെത്തിയിട്ടുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്ക് അതിന്റെ CCTV നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്കത് ചിത്രത്തിൽ വിഷയിൽ കാണാം. നമുക്ക് ഈ കുക്കു സുരേഷ് രാത്രിയിൽ തന്നെ വയോധികയുടെ അടൂര് പന്നിവിഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് രാത്രിയിൽ അവരുടെ വീട്ടിൽ കയറി അസഭ്യം പറയുകയും ആ ദമ്പതികളെ ആക്രമിക്കുന്നതൊക്കെ രംഗങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇയാള് ഈ ഷറഫുദ്ദീനും ഭാര്യ റസിയ ബീബിയും അടൂര് ടൗണിനടുത്ത ഒരു പലചരക്ക് വ്യാപാരം നടത്തുന്ന ദമ്പതികളാണ്. അവിടെ നിന്നും പലചരക്ക് സാധനങ്ങൾ ഏകദേശം 7000 രൂപയുടെ സാധനങ്ങൾ ഇയാള് കടമായി പറ്റിയിരുന്നു. ഈ പൈസ ഈ ഷറഫുദ്ദീൻ ചോദിച്ചതിന്റെ പ്രകോപനമാണ് ഈ സുരേഷ് കഴിഞ്ഞ അർദ്ധരാത്രിയിൽ അവിടെ വീട്ടിൽ വന്ന് അസഭ്യം പറയുകയും ശേഷിക്കാരനായ കൊച്ചുമകൻ ഉൾപ്പെടെയുള്ള 3 പേരെയും രംഗങ്ങൾ പോലീസിന് ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾ ഒളിവിലാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അടൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് മൂക്കമ്മ